ഹലോ മക്കളെ, അങ്ങനെ നമ്മുടെ ബയോളജി എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ +1 ലൈഫ് അവസാനിച്ചിരിക്കുന്നു. ബയോളജി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവേ നമ്മൾ കേട്ടത് വെച്ചിട്ട് ഒരു മിക്സഡ് റിവ്യൂ ആണ് വരുന്നത്. അതായത് ഒരു 10 പേര് ഓക്കെ ആയിരുന്നു, ഈസി ആയിരുന്നു എന്ന് പറയുമ്പോൾ 1-2 കുട്ടികൾ ചെറിയൊരു ടഫ്നെസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് നമുക്ക് ബോട്ടണിയെ കുറിച്ച് നോക്കാം. ബോട്ടണിൽ ആസ് യൂഷ്വൽ എപ്പോഴും വരാറുള്ളത് പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും സാധാരണ വരാറുള്ള ക്വസ്റ്റ്യൻസും ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. സോ ബോട്ടണി പാർട്ട് ഒരുപാട് കുട്ടികൾക്ക് ഈസി ആയതായിട്ടാണ് അറിവ്. സുവോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും 1-2 ക്വസ്റ്റ്യൻസ് കടുപ്പിച്ചിട്ടുണ്ടോ എന്നൊരു തോന്നലുണ്ടാവും. പ്രത്യേകിച്ച് 20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിൽ തന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് സാധാരണ രീതിയിൽ നിന്നും ചെറുതായിട്ടൊരു മാറ്റം, വലിയ മാറ്റം എന്ന് പറയാനല്ല, പക്ഷെ എന്നാലും അതിൽ സാധാരണ നമുക്കിപ്പോൾ ആർത്രോപോഡ അല്ലെങ്കിൽ അനലിഡ അങ്ങനെ ചോദിക്കുന്നതിന് പകരം അവിടെ അവർ എക്സാമ്പിൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദിച്ചത് കൊണ്ട് കുറച്ച് കുട്ടികൾക്ക് അതൊരു ഡിഫിക്കൽട്ടിയിലേക്ക് ഫീൽ ചെയ്തോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് എക്സാമിനേഷന് പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ടെൻഷൻസും കാര്യങ്ങളും കൂടി ആകുമ്പോൾ എക്സാം സ്വാഭാവികമായിട്ടും ചെറിയൊരു ഡിഫിക്കൽട്ടി നമുക്കൊരു വലിയ ഡിഫിക്കൽട്ടിയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ, നിങ്ങളുടെ എക്സാമിനേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഈസി ആയിട്ട് തോന്നിയോ അതോ പാടായിട്ട് തോന്നിയോ? ഒരു പാറ്റേൺ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഇതറിയാനാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എക്സാം ആർക്കെങ്കിലും പാടായിട്ടുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും ഇനി നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കാരണം 19 ചാപ്റ്റർ ഉണ്ട്. സോ ഈ 19 ചാപ്റ്റർ നമ്മൾ പഠിച്ച് പോയി എഴുതുന്ന എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ +1 തന്നെ ഏറ്റവും വലിയ എക്സാമിനേഷൻ ആയിട്ട് ബയോളജി മാറുകയാണ്. സോ ഇത്രയും വലിയൊരു എക്സാമിനേഷൻ എഴുതിയ സമയം നിങ്ങൾക്ക് ചിലപ്പോൾ പാടായിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് അത് ആലോചിച്ചിട്ട് ടെൻഷൻ ആകണ്ട. ബിക്കോസ് വി ഹാവ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻസ്. സോ ആർക്കെങ്കിലും അങ്ങനെ ഒരു മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ എക്സാം റിസൾട്ട് വരുമ്പോൾ ബയോളജിക്ക് എങ്ങനെ കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ഹാവ് എ സെക്കൻഡ് ചാൻസ്. അപ്പൊ അതുകൊണ്ട് അത് ഓർത്ത് ആരും വിഷമിച്ചിരിക്കരുത്. നമുക്ക് ഇനി +1 കഴിഞ്ഞു, ഇനി നമ്മൾ +2ലേക്ക് കടക്കുകയാണ്. +2 ബയോളജി ഇറ്റ് ഇസ് വെരി ഈസി വൺ. +2 തന്നെ ഏറ്റവും ഈസി സബ്ജക്റ്റ് ആയിരിക്കും ബയോളജി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ പൊളിക്കാം, അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് മേടിക്കുകയും ചെയ്യാം. +1 ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചു, അവർക്ക് വളരെ ഈസി ആയിരുന്നു, വളരെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. സൂപ്പർ 60യും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്രസ് റിവിഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കലാശക്കൊട്ടും ഒരുപാട് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്ത ടോപ്പിക്സ് അതുപോലെ പരീക്ഷയ്ക്ക് വന്നിട്ടുമുണ്ട്. സോ എന്തായാലും നിങ്ങളുടെ റിവ്യൂ അറിയാനാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു +1ന്റെ എൻഡിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഈ വർഷം അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് സെറ്റാക്കാൻ സാധിച്ചു. ഇനി നമ്മൾ പോകുന്നത് +2ലേക്കാണ്. അപ്പോൾ +2 ബയോളജിയും +2ലെ എല്ലാ സബ്ജക്റ്റും അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ഒപ്പം ഒരു കാര്യം കൂടി, +1ൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും +2ന്റെ അഗ്നി ബാച്ചിലും കൂടി ജോയിൻ ചെയ്യുക. നമുക്കവിടെ ഈ തുടക്കം തൊട്ട് തന്നെ അടിപൊളിയായിട്ട് പഠിച്ച് അവസാനത്തെ എക്സാം സൂപ്പറായിട്ട് എഴുതി ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് +2ൽ കാണാം.